നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാകും. എന്നാൽ നമ്മുടെ ലേസിനെസ് ആൻഡ് പ്രൊക്രാസ്റ്റിനേഷൻ ഇത് നമ്മുടെ പ്ലാനുകളെല്ലാം ഇല്ലാതാക്കും. ഈ ഒരു അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകും. എന്നാൽ ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന 6 ജാപ്പനീസ് ടെക്നിക്സ് നിങ്ങൾക്ക് അറിയാമോ? ആ ടെക്നിക്സ് നമ്മുടെ ഉള്ളിലെ ലേസിനെസ്, പ്രൊക്രാസ്റ്റിനേഷൻ ഇവ രണ്ടിനെയും ഒരുമിച്ച് ഇല്ലാതാക്കും. ഇതിലൊരു ടെക്നിക് ആക്ടർ ഷാറൂഖ് ഖാനും ഫോളോ ചെയ്യുന്നുണ്ട്. അത് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യും. ഇതിലെ ടെക്നിക് നമ്പർ 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡോണ്ട് മിസ് ഇറ്റ്. ജപ്പാനിലെ ആളുകളുടെ ഡിസിപ്ലിൻ, പങ്ക്ച്വാലിറ്റി, വർക്ക് എത്തിക്സ് ഇത് ലോകത്ത് മറ്റെങ്ങും കാണാൻ സാധിക്കില്ല. ഇതുപോലെ തന്നെ ലോകത്ത് മറ്റൊരിടത്തും നടന്നിട്ടില്ലാത്തതുപോലെ 2 അണുബോംബാക്രമണങ്ങൾ ജപ്പാനിൽ സംഭവിച്ചിട്ടുണ്ട്. ഓരോ വർഷവും ഏതാണ്ട് 1500-ലധികം എർത്തുക്വേക്സും സുനാമിയുമാണ് ജപ്പാൻ നേരിടുന്നത്. ഇതൊക്കെ കൊണ്ട് ശരിക്കും ഒരു ബാക്ക്വേർഡ് കൺട്രി ആകേണ്ട രാജ്യമാണ് ജപ്പാൻ. പക്ഷേ ഓരോ തവണയും പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ കൂടുതൽ വേഗത്തിൽ മുന്നേറുകയാണ് ചെയ്യുന്നത്. ജപ്പാൻ ലോകത്തിലെ സൂപ്പർ പവറിംഗ് നേഷനുകളിൽ ഒന്നാണെന്നതും ഓർക്കുക. പക്ഷേ ശരിക്കും അവർക്കിതെങ്ങനെ സാധിക്കുന്നു? ഇതിൻ്റെ എല്ലാം രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് അവരുടെ ജാപ്പനീസ് കൾച്ചറിലാണ്. അവരുടെ ഡെയിലി ലൈഫിൽ അവർ ഫോളോ ചെയ്യുന്ന 6 ടെക്നിക്സ് അത് അവരുടെ ലേസിനെസ്, പ്രൊക്രാസ്റ്റിനേഷൻ എന്നിവ ഇല്ലാതാക്കി എപ്പോഴും ആക്റ്റീവ് ആൻഡ് ഹാർഡ് വർക്കിംഗ് ആയിരിക്കാൻ അവരെ സഹായിക്കുന്നു. സോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ടെക്നിക് നമ്പർ 1, സെയ്രി, സെയ്ത്തോൻ, സെയ്ഷോ. ഒരു വൃത്തിയുള്ള ക്ലീൻ എൻവയോൺമെന്റ് നിങ്ങളെ പ്രൊഡക്റ്റീവ് ആയിരിക്കാൻ ഫോഴ്സ് ചെയ്യും. ഇതുപോലെ തന്നെ ഒരു അഴുക്കായ മെസ്സി എൻവയോൺമെന്റ് നിങ്ങളെ അതിലുമധികം ലേസിയാക്കും. ഈ 3S ടെക്നിക് ജാപ്പനീസുകാർ അവരുടെ ഇൻഡസ്ട്രി, ഹെൽത്ത് കെയർ മുതൽ എഡ്യൂക്കേഷൻ വരെയും ഫോളോ ചെയ്യുന്നുണ്ട്. ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡാണ്. നിങ്ങളുടെ വർക്ക് സ്പേസ് ആൻഡ് എൻവയോൺമെന്റ് ഇവയെ പ്രൊഡക്റ്റീവ് ആക്കാൻ ഈ 3S സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡിലൂടെ ഫോളോ ചെയ്യണം. ആദ്യത്തെ എസ്, സെയ്രി അതായത് സോർട്ട്. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആവശ്യമില്ലാത്ത സാധനങ്ങൾ എല്ലാം മാറ്റിക്കളയുക. പകരം നിങ്ങൾക്ക് ആവശ്യമുള്ളവ മാത്രം അവിടെ വെക്കുക. അടുത്തത് സെയ്ത്തോൺ, അതായത് സെറ്റ് ഇൻ ഓർഡർ. ഇനി ഏതൊക്കെ സാധനങ്ങൾ നിങ്ങളുടെ വർക്കിന് ആവശ്യമുണ്ടോ അവയെല്ലാം ശരിയായ ഓർഡറിൽ സെറ്റ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഈസിയായി അവ ആക്സസ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തേത് സെയ്ഷോ, അതായത് ഷൈൻ. നിങ്ങൾ സാധനങ്ങൾ വെച്ചു കഴിഞ്ഞ് ആ സ്ഥലം നന്നായി ക്ലീൻ ചെയ്യുക. എവിടെയും ഒരു അഴുക്കും ഉണ്ടാകാൻ പാടില്ല. എപ്പോൾ നിങ്ങൾ ലേസി ആയിരുന്നാലും നിങ്ങളുടെ പ്രോജക്റ്റ് അല്ലെങ്കിൽ സ്റ്റഡീസ് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിലും അതല്ല ഇനി ഒരു ജോലിയും ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ കൂടിയും ആ ടൈമിൽ നിങ്ങൾ ഈ 3S ടെക്നിക് യൂസ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ എല്ലാ ലേസിനെസ്സും ഇല്ലാതാവുകയും നിങ്ങൾ ജോലി ചെയ്യാൻ മോട്ടിവേറ്റഡ് ആയി ഫീൽ ചെയ്യുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ ജോലി ചെയ്യാൻ തോന്നുന്നില്ല, നിങ്ങൾ വളരെ ലേസിയായി ഫീൽ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ടേബിളിൽ ചെന്ന് അവിടെയുള്ള എല്ലാ തിങ്സും എടുത്തു മാറ്റി വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ജോലിക്ക് ആവശ്യമുള്ളവ മാത്രം എടുക്കുക. ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് റിലേറ്റഡ് ആയ ടെക്സ്റ്റ് ബുക്സ്, പെൻ എന്നിവ മാത്രം എടുക്കുക. മറ്റൊന്നും ആവശ്യമില്ല. സോ ദാറ്റ് ആവശ്യമുള്ളപ്പോൾ വേണ്ടതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെൻ എടുക്കാനോ വെള്ളം കുടിക്കാനോ നിങ്ങളുടെ വർക്ക് ഫ്ലോ കളഞ്ഞ് നിങ്ങൾ പോകാൻ നിൽക്കരുത്. അതിനുശേഷം ടേബിളിലെ എല്ലാ തിങ്സും നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ടേബിൾ നല്ല ക്ലീൻ ആൻഡ് അട്രാക്റ്റീവായി തോന്നണം. നിങ്ങളുടെ എൻവയോൺമെന്റ് ക്ലീൻ ആൻഡ് പോസിറ്റീവായി ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രെയിനിന് ജോലി ചെയ്യാനുള്ള മോട്ടിവേഷൻ കൂടുന്നു. അതിനുശേഷം നിങ്ങൾ ഏത് ജോലി ലേസി ആൻഡ് ഡിസ്ട്രാക്റ്റഡ് ആയി 2 മണിക്കൂർ എടുത്ത് ചെയ്തിരുന്നുവോ അത് ഈ എൻവയോൺമെന്റിൽ 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ടെക്നിക് നമ്പർ 2, കൈസൻ. നമ്മൾ ഏതൊരു ജോലി പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നുവോ അപ്പോൾ നമുക്ക് തോന്നും നമുക്കിത് ചെയ്യാൻ എനർജി ഇല്ലെന്ന്, നമ്മൾ ലേസിയായി ഫീൽ ചെയ്യുന്നു എന്ന്. ബട്ട് ഇത് ശരിക്കും സത്യമല്ല. നിങ്ങൾ ഹെൽത്തി ആയിരിക്കുന്നത് വരെ നിങ്ങളിൽ എനർജി ഇല്ലാതിരിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ശരിക്കും ഇത് നിങ്ങൾക്ക് ആ വർക്ക് വളരെ ഹാർഡ് ആയതുകൊണ്ട് തോന്നുന്നതാകാം. കൈസൻ എന്ന ടെക്നിക് ഉപയോഗിച്ച് ഇത്തരത്തിൽ വർക്കുകളെ നമുക്ക് ലൈറ്റായി ചെയ്യാൻ സാധിക്കും. ഈ ടെക്നിക് ഉപയോഗിക്കാൻ വെറും 1 മിനിറ്റ് മാത്രമാണ് എടുക്കുക. ഈ 1 മിനിറ്റിൽ നിങ്ങളുടെ ലേസിനെസ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. കൈസൻ എന്ന വാക്ക് കൈ ആൻഡ് സെൻ എന്നീ 2 വേർഡ്സ് ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൈ അതായത് ചേഞ്ച്, സെൻ അതായത് വിസ്ഡം. ഇത് നമുക്ക് നൽകുന്ന മെസ്സേജ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഒറ്റയടിക്ക് മാറ്റാൻ സാധിക്കില്ല, മറിച്ച് സ്ലോലി ആൻഡ് വൈസ്ലി വേണം ചേഞ്ചുകൾ വരുത്താൻ. ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള ബെസ്റ്റ് വഴി നിങ്ങൾ ഏത് ജോലി ചെയ്യാൻ കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നുവോ അത് സ്റ്റഡീസ് ആയിരിക്കാം, ഹെൽത്ത് വർക്കൗട്ട്സ് ആയിരിക്കാം, ഇനി നിങ്ങളുടെ ബിസിനസ് കൂടി ആയിരിക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ മനസ്സ് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ഈ ജോലികൾ നിങ്ങൾ വെറും 1 മിനിറ്റിൽ ചെയ്യുമെന്ന്. അതിനായി നിങ്ങൾക്ക് പഠിക്കാൻ മനസ്സ് തോന്നുന്നില്ലെങ്കിൽ 1 പേജ് പഠിക്കുക. എക്സസൈസ് ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ വെറും 10 പുഷപ്സ് മാത്രം എടുക്കുക. ഇതുപോലുള്ള ചെറിയ ചെറിയ ചേഞ്ച് കൊണ്ടുവന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഗ്രാജുവലി ഒരു ബെറ്റർ പേഴ്സണായി മാറ്റും. ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡിൽ നിന്നും ലേസിനെസ് പുറത്തു പോവുകയും ചെയ്യും. ടെക്നിക് നമ്പർ 3,
ദ റൂൾ ഓഫ് 3. ഈ ടെക്നിക്ക് യൂസ് ചെയ്താൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയ ജോലികളിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആകില്ല. ഒരുപാട് തവണ നമ്മൾക്ക് ഇങ്ങനെ നടന്നിട്ടുണ്ടാകും. നമ്മൾ വളരെ ഹാപ്പിയായി ഒരു ജോലി ചെയ്യാൻ ആരംഭിക്കുകയും പിന്നീട് പാതി വഴിയിൽ അത് ഉപേക്ഷിക്കേണ്ടിയും വരും. എന്നിട്ട് ആവശ്യമില്ലാത്ത മറ്റു ജോലികൾ ചെയ്യും. സത്യത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ ബ്രെയിൻ ഹാർഡായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എസ്കേപ്പായി ഈസിയായി വിഷയങ്ങൾ തേടി പോകുന്നത് കൊണ്ടാണ്. ഉദാഹരണത്തിന്, നമ്മൾ പുതിയൊരു സ്കിൽ പ്രാക്ടീസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നു. പക്ഷേ നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയും പുറത്തു പോയി സാധനങ്ങൾ വാങ്ങി വന്നിട്ട് ചെയ്യാമെന്ന്. എന്നാൽ അതിനുശേഷം ഫുഡ് കഴിക്കാം, ഫോൺ ചെയ്യാം, ഷവർ ചെയ്യാം എന്നിങ്ങനെ. അങ്ങനെ ആ ദിവസം മുഴുവനും കടന്നു പോകും. എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇന്ന് വളരെ ബിസി ആയിരുന്നു, സോ അതുകൊണ്ട് സ്കിൽസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈം ലഭിച്ചില്ല എന്ന്. ഇത് ശരിക്കും ഒരു മൈൻഡ് ട്രാപ്പാണ്. ഈ മൈൻഡ് ട്രാപ്പിൽ നിന്നും രക്ഷനേടാൻ നിങ്ങൾ ഈ പറയുന്ന ടെക്നിക്ക് ഫോളോ ചെയ്യുക. ഇത് വളരെ സിമ്പിൾ ആയൊരു കാര്യമാണ്. അതിനായി നിങ്ങൾ ദിവസവും രാവിലെ നിങ്ങളുടെ 3 ഇമ്പോർട്ടൻ്റ് ആയ ജോലികൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. നിങ്ങൾക്ക് ഹൈ പ്രയോറിറ്റീസ് ഉള്ള 3 ജോലികളായിരിക്കണം അവ. എഴുതുന്ന ജോലികളെല്ലാം തന്നെ ആ ദിവസം കഴിയുന്നതിന് മുമ്പ് പൂർത്തിയാക്കേണ്ടവയുമാകണം. ഇത്തരത്തിൽ നിങ്ങളുടെ പ്രയോറിറ്റീസ് ക്ലിയർ ചെയ്യുന്നത് കൊണ്ട് ഈ 3 ജോലികൾ ചെയ്ത് തീർക്കുന്നത് വരെയും നിങ്ങളുടെ മൈൻഡ് അൺറെസ്റ്റ് മോഡിലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോക്കസ് ഈ ജോലികൾ ചെയ്തു തീർക്കുന്നതിലായിരിക്കും. ടെക്നിക് നമ്പർ 4, കൈക്കക്കു. കൈക്കക്കു എന്നതിന്റെ അർത്ഥം റാഡിക്കൽ ചേഞ്ച് എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ കാർ മാനുഫാക്ചറിംഗ് കമ്പനിയായ ടൊയോട്ട ഈ ടെക്നിക് വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൈസണിൽ പറഞ്ഞത് നമ്മുടെ ബ്രെയിനിന് ഒരു കാര്യം സഡനായി ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ സ്റ്റെപ്പുകളിൽ കൂടി മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നായിരുന്നു. കൈക്കക്കു ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഈ ടെക്നിക്ക് അനുസരിച്ച് ഏത് കാര്യം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മാറ്റാൻ സാധിക്കുമോ അതിനുവേണ്ടി ഫുൾ സ്ട്രെച്ചിൽ വർക്ക് ചെയ്യാൻ ആരംഭിക്കുക. കൈസൺ ആൻഡ് കൈക്കക്കു ഇത് രണ്ടും ഡിഫറെന്റ് സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ഫിറ്റ് ആകണമെങ്കിൽ ഒരാഴ്ച മുഴുവൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്താൽ നിങ്ങളുടെ ബോഡി ഫിറ്റ് ആകില്ല. ഇവിടെ നിങ്ങൾ കൈസൺ യൂസ് ചെയ്യണം. പക്ഷേ നിങ്ങൾക്ക് 2 ആഴ്ചക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രോജക്റ്റ് നിങ്ങൾ ലേസിയായി 2 മാസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യുന്നത് ശരിയല്ല. ഇവിടെ നിങ്ങൾ കൈക്കക്കു യൂസ് ചെയ്യണം. ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്നതിനായി നിങ്ങൾ നിങ്ങളോട് 5 ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അവസാനത്തെ ചോദ്യം അടുക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഉള്ളിൽ ജോലി ചെയ്യാനുള്ള എനർജി വന്നു ചേരും. അതിനായി ഒരു എക്സാമ്പിൾ നോക്കാം. എന്നും രാവിലെ നിങ്ങൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമെന്ന് കരുതി പഠിക്കാനിരിക്കുന്നു. പക്ഷെ നിങ്ങൾ വളരെ കുറച്ചു നേരത്തിന് ശേഷം തന്നെ ഡിസ്ട്രാക്റ്റഡ് ആയി ഫോൺ യൂസ് ചെയ്യാൻ ആരംഭിക്കുന്നു. ആഹാരം കഴിച്ചിരുന്നത് തന്നെ സമയം മുഴുവനും പോകുന്നു. ഇതിനൊക്കെ ശേഷം മാറിയിരുന്ന നിങ്ങൾ ആലോചിക്കും എന്തുകൊണ്ട് ഞാൻ പഠിച്ചില്ല എന്ന്. അപ്പോൾ നിങ്ങൾ നിങ്ങളോട് ഈ 5 വൈ ചോദിക്കണം. എന്തുകൊണ്ട് ഞാൻ പഠിച്ചില്ല? കാരണം എന്റെ ശ്രദ്ധ ഫോണിലായതുകൊണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഫോണിൽ എന്റെ ശ്രദ്ധ പോയത്? കാരണം ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട്. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ഞാൻ ആ നോട്ടിഫിക്കേഷൻ നോക്കിയത്? കാരണം ഫോൺ എന്റെ അടുത്തിരുന്നതുകൊണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഫോൺ അടുത്തിരുന്നത്? കാരണം ജോലി ചെയ്യുന്നതോ പഠിക്കുന്നതോ ആയ ടൈമിൽ ഫോൺ ഞാൻ മാറ്റി വെക്കാത്തത് കൊണ്ട്. നിങ്ങളുടെ ലൈഫിൽ റാഡിക്കലായി ചേഞ്ച് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഫോൺ ഉണ്ടായിരിക്കരുത്. ശരിക്കും ഈ ടെക്നിക് ചെയ്ത് നിങ്ങളുടെ പല പ്രോബ്ലംസിന്റെയും റൂട്ട് കോസ് കണ്ടെത്തി അതിനെ സോൾവ് ചെയ്യാൻ സാധിക്കും. ടെക്നിക് നമ്പർ 5, ഹരഹാച്ചിബു. ജപ്പാനിലെ ഒരു ഐലൻഡാണ് ഒക്കിനാവ. ഇവിടം ലോകത്തിലെ ബ്ലൂ സോൺ റീജിയന്റെ ഒരു ഭാഗമാണ്. ഈ സ്ഥലത്ത് അസുഖങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകളുടെ ഹെൽത്ത് അതിന്റെ പീക്ക് ലെവലിലാണ് ഉള്ളത്. ഈ പ്രദേശത്തെ ആളുകളുടെ ആയുസ് 100 വർഷത്തിലും അധികമാണ്. ഇവിടെയുള്ള ആളുകൾ മറ്റിടങ്ങളിലെ പോലെ 60 വയസ്സിൽ റിട്ടയർ ആകുന്നില്ല. മറിച്ച് അവർ അവരുടെ മരണം വരെയും ജോലി ചെയ്യുന്നു. ഇവരുടെ ഈ ഹൈ ലൈഫ് സ്പാനിന് കാരണം ഹരഹാച്ചിബു എന്ന ടെക്നിക്കാണ്. ദാറ്റ് മീൻസ് ഈറ്റിംഗ് മൈൻഡ്ഫുള്ളി. ഈ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ ആളുകൾ ആക്റ്റീവ് ആൻഡ് ഹെൽത്തിയായ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്നത്. നമ്മൾ പലരും അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ലേസിനെസിന്റെ പ്രധാന കാരണം നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ആണെന്ന്. എന്ത് കഴിക്കുന്നു, അത് എങ്ങനെ കഴിക്കുന്നു എന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. എപ്പോഴൊക്കെ നിങ്ങളുടെ സ്റ്റൊമക്ക് ഫുൾ ആയിരിക്കുന്നുവോ അപ്പോഴൊക്കെ നിങ്ങൾ ലേസിയായി ഫീൽ ചെയ്യും. ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് 80% മുകളിൽ നമ്മുടെ സ്റ്റൊമക്ക് ഫീൽ ചെയ്യരുത്. നിങ്ങൾ എത്ര അധികം ആഹാരം കഴിക്കുന്നുവോ അത്രയും അധികം എനർജി ആ ഫുഡ് ഡൈജസ്റ്റ് ആകാൻ ആവശ്യമാണ്. ഇത് കാരണം നിങ്ങൾക്ക് മറ്റൊരു ജോലിയും ചെയ്യാൻ തോന്നില്ല. ഇതുകൊണ്ട് തന്നെ ഒക്കിനാവയിലെ ആളുകളുടെ ഡെയിലി ഇൻടേക്ക് വെറും 1900 കലോറീസ് മാത്രമാണ്. ഇതൊരു ആവറേജ് ഇന്ത്യനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കുറവാണ്. ഇൻഫാക്ട് ആക്ടർ ഷാറുഖ് ഖാൻ പോലും ഈ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ട്. ടെക്നിക് നമ്പർ 6, സെൻ ഓഫ് മൈൻഡ്ഫുൾനെസ്. ഈ പറഞ്ഞ 5 ടെക്നിക്സ് നിങ്ങൾ സക്സസ്ഫുള്ളായി ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ
നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ മൈൻഡ്ഫുൾ ആയിരിക്കാൻ പഠിപ്പിക്കണം. മൈൻഡ്ഫുൾ എന്ന് പറയുന്നത് പ്രസന്റ് മൂമെന്റിൽ കംപ്ലീറ്റ് ആയി സറണ്ടർ ആകുക എന്നതാണ്. ഇതിൽ നമ്മുടെ പാസ്റ്റ് റിഗ്രറ്റും ഉണ്ടാകരുത്, ഫ്യൂച്ചർ ടെൻഷനും ഉണ്ടാകരുത്. സത്യത്തിൽ പലപ്പോഴും നമ്മൾ നമ്മുടെ മൈൻഡിനെ ലേസിനെസ്സിന് സറണ്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ മുകളിൽ ഒരു കൺട്രോളും ഉണ്ടാകുന്നില്ല, ഒരു ലക്ഷ്യവുമില്ലാത്ത യാത്ര. ഇത് ചേഞ്ച് ചെയ്യാനുള്ള ധൈര്യമോ എനർജിയോ ഇല്ല എന്നതാണ് സത്യം. ശരിക്കും ലേസിനെസ്സിനെ ഇല്ലാതാക്കി നമ്മളുടെ കൺട്രോളിനെ നമ്മളുടെ കൈകളിൽ കൊണ്ടുവരാൻ ഒരു വഴി മാത്രമാണുള്ളത്. അതാണ് മൈൻഡ്ഫുൾനെസ്. സയന്റിഫിക്കലി ഇത് പ്രൂവ് ചെയ്തിട്ടുള്ളതുമാണ്. മൈൻഡ്ഫുൾനെസ് മൂലം നമ്മുടെ ബ്രെയിനിന്റെ ടെമ്പറോപെരിറ്റൽ ആൻഡ് സെറിബെല്ലം റീജിയനുകളിൽ പോസിറ്റീവായ എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. ഇതിനായി നിങ്ങൾ ഡെയിലി 10 മിനിറ്റ് സൈലന്റ് ആയിരുന്ന് നിങ്ങളുടെ പ്രസന്റ് മൂവ്മെന്റിനെ ഫീൽ ചെയ്ത് നിങ്ങളുടെ ബ്രീത്തിങ്, ചുറ്റുമുള്ള വിഷ്വൽസ്, സൗണ്ട്സ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾക്ക് വരുന്ന തോട്ട്സിനെ ശ്രദ്ധിക്കുക. പക്ഷേ അതിൽ മുഴുകി പോകരുത്. ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത് മൂലം നിങ്ങളുടെ കൺട്രോൾ നിങ്ങളിലേക്ക് തിരികെ എത്തും. അതിനുശേഷം നിങ്ങളുടെ ലേസിനെസ് പതിയെ ഇല്ലാതാകുന്നത് നിങ്ങൾ നോട്ടീസ് ചെയ്യും. ഓക്കെ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് യുവർ തോട്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.